കഴിഞ്ഞ ദിവസമായിരുന്നു +2 വിദ്യാർത്ഥിനി ഒരുപാട് പേർക്ക് ജീവൻ നൽകിയ വാർത്ത നമ്മൾ കേട്ടത്. ഈ മാസം കൂടി പരീക്ഷ ബാക്കി നിൽക്കുകയായിരുന്നു അയോണ എന്ന +2 വിദ്യാർത്ഥിനി സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് മരിച്ചത്. എല്ലാവർക്കും അത് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു. സ്കൂളിലെ മിടുക്കിയായ വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയുടെ മരണം എല്ലാവരെയും തളർത്തി. ശരിക്കും പറഞ്ഞാൽ സംഭവിച്ച മറ്റൊരു കാര്യമുണ്ട്. അവിടുത്തെ മാതാപിതാക്കളുടെ വിഷമം. ഞങ്ങളുടെ മകൾ മറ്റൊരാൾക്ക് ജീവൻ നൽകുന്നു എന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു സന്തോഷ കാര്യം തന്നെയാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് അത് നഷ്ടം തന്നെയല്ലേ. അവളുടെ മരണം ഇപ്പോഴും ഞങ്ങൾക്ക് വിശ്വസിക്കാനായിട്ടില്ല. എൻ്റെ മകൾക്ക് ഇപ്പോഴും പരീക്ഷയുണ്ടെന്ന് വിശ്വസിക്കുന്നൊരമ്മയോടെയുണ്ട്. അവൾക്ക് ഈ മാസം പരീക്ഷയാണ്. അവൾ അതിനു വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു. അത്യാവശ്യം ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. സാരമില്ല, ലാബ് പരീക്ഷയാണല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ ആശ്വസിപ്പിച്ചിരുന്നു. ഇതാണ് ഇപ്പോൾ അയോണയുടെ അമ്മ പറയുന്നത്. എങ്ങനെയാണ് ഇത് കേട്ട അയോണ ഇനി തിരികെ വരില്ല എന്ന് അമ്മയോട് പറയാൻ സാധിക്കുക? സത്യാവസ്ഥ അറിയാമെങ്കിലും അവരുടെ ഉപബോധ മനസ്സ് ഇപ്പോഴും അയോണ തിരികെ വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ കഴിയുകയാണ്. ആ പ്രതീക്ഷയിൽ കഴിയുന്ന അമ്മയും സഹോദരങ്ങളും കുടുംബവും അച്ഛനുമാണ് അവിടെയുള്ളത്. മകളെ നഷ്ടപ്പെടുമെന്ന് ഒരിക്കലും അവർ കരുതിയിരുന്നില്ല. അതാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ദുരിതം. അയോണ ഇപ്പോൾ ജീവൻ നൽകുന്നത് എത്ര പേർക്കാണ്? 5 പേർക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ജീവൻ അത്രമാത്രം എല്ലാവരുടെ അടിയിലേക്കും എത്തുമ്പോൾ നമ്മൾ ദൈവതുല്യരെന്നാണ് അവരെ വിളിക്കാറുള്ളത്. ഈ ഒരു സമയത്ത് മറ്റൊരാൾക്ക് ജീവൻ നഷ്ടപ്പെടാനിരിക്കുമ്പോൾ അവിടെ തുണയായി മാറുന്നത് അയോണയുടെ ശരീരഭാഗങ്ങൾ തന്നെയാണ്. അയോണയുടെ ഹൃദയം, അയോണയുടെ മറ്റു ശരീരഭാഗങ്ങൾ, കണ്ണുകൾ എല്ലാം മറ്റുള്ളവരിലൂടെ ജീവിക്കും. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്തോഷം എന്നുള്ള ഒരേ ഒരു കാര്യം. തീർച്ചയായും നമ്മൾ ആ വാർത്തയെക്കുറിച്ച് പറയുമ്പോൾ അത് പരിഗണിച്ചേ മതിയാകൂ. എത്രമാത്രമായാണ് അയോണയെക്കുറിച്ചുള്ള സംസാരമെല്ലാം സോഷ്യൽ മീഡിയയിൽ നിലനിന്നത്. കണ്ണൂർ പയ്യാവൂർ സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയായിരുന്നു പയ്യാവൂർ കോശവൻ വയൽ കട്ടിയാങ്കൽ വീട്ടിൽ അയോണ മോൻസൺ. 12-ന് രാവിലെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി. ഗുരുതരമായി പരിക്കേറ്റ് കുട്ടിയെ പയ്യാവൂർ ആശുപത്രിയിൽ എത്തിച്ചു. 14-ന് രാത്രി മസ്തിഷ്ക മരണം സംഭവിച്ചു. പഠിക്കാൻ മിടുക്കിയായിരുന്നു അയോണ. പരീക്ഷയുണ്ടെന്ന് പറഞ്ഞാണ് സ്കൂളിലെത്തിയത്. അമ്മ വിദേശത്തേക്ക് പോകുന്നതിന് മാനസിക പ്രയാസം ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. KM മോൻസൺ, അനിത എന്നിവരാണ് മാതാപിതാക്കൾ. മാർട്ടിൻ മോൻസൺ, ഏഞ്ചൽ മോൻസൺ എന്നിവർ സഹോദരങ്ങളാണ്. ഭൗതിക ശരീരം നിയമ നടപടികൾക്ക് ശേഷം ബന്ധുക്കളിലേക്ക് വിട്ടുകൊടുത്തു. കൊമേഴ്ഷ്യൽ വിമാനത്തിലാണ് അവയവം ആദ്യം എത്തുക. ഇൻഡിഗോ വിമാനത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു. സംസ്ഥാനത്ത് ആദ്യമായി ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരിടത്തേക്ക് കൊമേഴ്ഷ്യൽ വിമാനത്തിൽ അവയവം എത്തിച്ചു. അങ്ങനൊരു കാര്യം കൂടിയുണ്ട്. വളരെ അത്യാവശ്യത്തിൽ എത്തേണ്ട കാര്യമുള്ളത് കൊണ്ട് തന്നെയാണ് അയോണയുടെ ഇത്രയും വലിയൊരു സേവനം വേഗം എത്തിയത് എന്ന് തന്നെ പറയാം. നന്നായി പഠിക്കുന്ന കുട്ടിയെന്ന് അധ്യാപകർ ഒന്നടങ്കം പറയുന്നു. അങ്ങനെ എക്സാമിനെ കുറിച്ച് വലിയ ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല. ലാബ് എക്സാമാണ് ഉള്ളത്. ഇന്നും എക്സാം ഉണ്ടെന്ന് പറഞ്ഞു തന്നെയായിരുന്നു അതേ ദിവസം തന്നെ അയോണ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് യാതൊരു സംശയവുമില്ലായിരുന്നു. അങ്ങനെ സംശയം തോന്നേണ്ട കാര്യവുമില്ല. അവൾ വളരെയധികം സന്തോഷവതിയായിരുന്നു. അമ്മ പോകുന്നതിലുള്ളൊരു വിഷമമുണ്ട്. അതെല്ലാവരിലും ഉള്ളതുപോലെയായിരുന്നു അയോണയിലും ഉണ്ടായിരുന്നതെന്നാണ് അമ്മ വിശ്വസിച്ചിരുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.